അസ്സലാമു അലൈക്കും. നമുക്കിന്ന് 14ാമത്തെ പാഠം പഠിക്കലേ. അദ്ദറസുൽ റാബിഉൽ അശറ, പാഠം 14, അൽ ഹുറൂഫുൽ ഖമരിയ. ഈ പാഠത്തിൽ പഠിക്കാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഖമരിയായ ഹർഫുകളുണ്ട്, ഖമരിയായ ഹർഫുകളും ഷംസിയായ ഹർഫുകളുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് പഠിക്കാൻ പോകുന്നത് ഖമരിയായ ഹർഫുകളാണ്. ഖമരിയായ ഹർഫുകൾ എത്ര? 14 അക്ഷരങ്ങളാണ് ഖമരിയായ ഹർഫുകൾ. നമുക്ക് മൊത്തം ഹിജായിയായ ഹർഫുകൾ 28ആണ്. അതിൽ ഖമരിയായ ഹർഫുകളുണ്ട്, ഷംസിയായ ഹർഫുകളുണ്ട്. അപ്പോൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പാഠത്തിൽ ഖമരിയായ ഹർഫുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അലിഫ്, ബാ, ജീമ്, ഹാ, ഹാ, ഐന്, ഒയിന്, ഫാ, കാഫ്, മീമ്, ഹാ, വാവ്, യാ. ഇത്രയും അക്ഷരങ്ങൾക്ക് മുമ്പിൽ അലിഫും ലാമും വന്നു കഴിഞ്ഞാൽ അതിനെ വെളിവാക്കി തന്നെ ഉച്ചരിക്കണം. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹർഫിയായ ഖമരിയ, അതായത് ഹുറൂഫുൽ ഖമരിയ. ഹർഫിയായ ഖമരിയയുടെ ഹർഫുകളാണ് നമ്മളിന്ന് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? അൽ പ്ലസ് അഹദ്. കണ്ടോ, അലിഫിൻ്റെ മുമ്പിൽ എന്ത് വന്നു? അലിഫും ലാമും വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉച്ചരിക്കണം? അൽ അഹദ്, അൽ അഹദു, അൽ അഹദു. അതുപോലെ അൽ പ്ലസ് ബാക്കി വരുമ്പോൾ എങ്ങനെ വരും? അൽ ബാക്കി. കണ്ട, ബാൻ്റെ മുമ്പിൽ അലിഫുൽ ലാമു വന്നു കഴിഞ്ഞാൽ എന്താക്കി? വെളിവാക്കി തന്നെ ഉച്ചരിക്കണം, അൽ ബാക്കി. അതുപോലെ അൽ ജലീലുൻ. ഇവിടെ എന്ത് വരും? ജീമിൻ്റെ മുമ്പിൽ അലിഫുല്ലാമു വന്നതുകൊണ്ട് അൽ ജലീലു, വെളിവാക്കി തന്നെ ഉച്ചരിക്കണം. ഇതിനാണ് നമ്മൾ ഖമരിയായ ഹർഫുകൾ എന്ന് പറയുന്നത്. അതുപോലെ അൽ പ്ലസ് ഹമീദുൻ, അൽ ഹമീദു. അൽ പ്ലസ് ഖാലിഖുൻ, അൽ ഖാലിഖു. അൽ പ്ലസ് അസീസുൻ, അൽ അസീസു. അൽ പ്ലസ് ഒഫൂറുൻ, അൽ ഒഫൂറു. അൽ പ്ലസ് ഫത്താഹുൻ, അൽ ഫത്താഹു. അൽ പ്ലസ് കഹാറുൻ, അൽ കഹാറു. അൽ പ്ലസ് കരീമുൻ, അൽ കരീമു. അൽ പ്ലസ് മാലിക്കുൻ, അൽ മാലിക്കു. അൽ പ്ലസ് ഹാദി, അൽ ഹാദി. അൽ പ്ലസ് വഹാബുൻ, അൽ വഹാബു. അൽ പ്ലസ് യസാറുൻ, അൽ യസാറു. ഇതുപോലെ നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ പഠിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നമുക്ക് ഖമരിയായ ഹർഫുകൾ 15ാം പാഠം ഷംസിയായ ഹർഫുകൾ കൂടി പഠിക്കുമ്പോൾ നമുക്ക് ഒന്നും കൂടി മനസ്സിലാകും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഖമരിയായ ഹർഫുകളുടെ മുമ്പിൽ അലിഫും ലാമും വന്നു കഴിഞ്ഞാൽ അതിനെ വെളിവാക്കി തന്നെ